2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പിൽ ജീവിക്കുകയും ചെയ്യും. അനുഗ്രഹീതമായ നല്ല പുലരിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രിയപ്പെട്ടവർക്ക് കൈമാറുവാൻ കൃപയിൽ ആശ്രയിക്കുകയാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. തകർച്ചയുടെ നടുവിൽ നിന്നും തന്റെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. മരണത്തിന്റെ പിടിയിൽ നിന്നും തന്നിൽ ആശ്രയിക്കുന്നവരെ ജീവിപ്പിക്കുന്ന ക്രിസ്തു ഈ പുതിയ പ്രഭാതത്തിൽ തന്റെ കുഞ്ഞുങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടെ ദൈവശബ്ദത്തിനായി കാതോർക്കാം. കുഞ്ഞുങ്ങളെ, സുദീർഘമായ 72 വർഷം സ്തോത്രം കർത്താവിന്റെ വേല സ്തുത്യർഹമാമിതം ചെയ്ത ശ്രേഷ്ഠനായ പ്രവാചകനാണ് ഹോശേയ. 5 രാജാക്കന്മാരുടെ ഭരണകാലത്ത് അദ്ദേഹം ദൈവത്തിന്റെ ആലോചന വിളിച്ചറിയിച്ചു. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഊസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിങ്ങനെയുള്ള യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ കാലത്തും 5 രാജാക്കന്മാരുടെ കാലത്ത് പ്രവചന ശുശ്രൂഷ ആത്മാവിൽ ചെയ്തെടുത്ത അഭിഷിക്തൻ. ഇന്ന് പലർക്കും ഉണ്ടാകുന്നതുപോലെ ഫ്ലൈറ്റിലോട്ട് കയറുമ്പോഴുണ്ടാകുന്ന പ്രവചനാത്മാവല്ല, വചന ശുശ്രൂഷ ഏൽക്കാതെ വരുമ്പോൾ പുറത്തെടുക്കുന്ന പ്രവചന ശുശ്രൂഷയുമല്ല. തുടക്കം മുതൽ പരിശുദ്ധാത്മ നൽകിയ ശുശ്രൂഷ പ്രവചനാത്മാവിൽ നിറഞ്ഞ് 5 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അക്ഷേപം വരാതെ ചെയ്തെടുത്ത ദൈവദാസൻ. ഹോശേയ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷ എന്നാണ്. തരിപ്പണമായി കിടക്കുന്ന ഇസ്രായേൽ ജനതയെ നോക്കി അഭിഷിക്തൻ ആത്മാവിൽ ദൂതറിയിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ ജീവിപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുന്നവൻ ഇനി ഒരിക്കലും തല ഉയർത്തുകയില്ലെന്ന് ലോകം മുഴുവനും വിധി എഴുതിയപ്പോൾ സ്തോത്രം ശത്രുവിന്റെ പാളയത്തിൽ ആനന്ദഘോഷമുയർന്നപ്പോൾ തകർന്ന ഹൃദയത്തോടെ മുഖം കുനിച്ചിരുന്ന ദൈവജനത്തോടുള്ള കർത്താവിന്റെ വാഗ്ദത്തം ഹോശേയ പ്രവാചകന്റെ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. കുഞ്ഞുങ്ങളെ, ഈ വചനത്തിന്, ഈ പ്രവചനത്തിന് 3 അനുഭവ തലങ്ങളുള്ളതായിട്ട് കാണാം. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ 1 ഭൂതകാല നിവൃത്തി, 2 വർത്തമാനകാല നിവൃത്തി, 3 ഭാവികാല നിവൃത്തി. ഇങ്ങനെ ത്രികാല നിവൃത്തിയുടെ മൂല്യമുള്ളതാണ് ഈ പ്രവചനം. ഈ വാക്യത്തിന്റെ രത്നച്ചുരുക്കം ഒരു വാക്കിൽ പറഞ്ഞാൽ ഇത് വിടുതലിന്റെ ദൂതാണ്. അധപ്പതനത്തിന്റെ ആഴത്തിൽ വീണുകിടക്കുന്ന ഇസ്രായേലിനോട് പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ നിങ്ങളെ 2 ദിവസം കഴിയുമ്പോൾ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. പാപത്തിൽ മരിച്ച് ഏറ്റവും ഉണങ്ങിയ അസ്ഥികളായി കഴിയുന്ന ജനമേ, ദൈവാത്മാവിന്റെ ആലോചന കേൾക്കുക. 3-ാം ദിവസം ഞാൻ നിങ്ങൾ ജീവൻ വരുത്തും, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ എഴുന്നേൽക്കും. 1-ാം വാക്യം മുതൽ നോക്കണം. സൗഖ്യമാക്കും, മുറിവ് കെട്ടും, എഴുന്നേൽപ്പിക്കും, ജീവിപ്പിക്കും. ഇങ്ങനെയുള്ള പ്രതീക്ഷയുടെ, ഉറപ്പിന്റെ, പ്രത്യാശയുടെ വാക്കുകളാണ് നാം കാണുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഇത് വിടുതലിന്റെ ദൂതാണ്. ഇന്ന് പുലരിയിൽ നീ കേൾക്കുന്നത് വിടുതലിന്റെ ദൂതാണ്. കുഞ്ഞെ, നീ രോഗിയാണോ? ഈ സന്ദേശം നിന്നെ സൗഖ്യത്തിന്റെ ദൂതായി തീരുകയാണ്. ഈ സന്ദേശം നിന്നിൽ സൗഖ്യത്തിന്റെ ദൂതായി മാറുകയാണ്. ബലഹീനനായി വീണുകിടക്കുകയാണോ? ഈ വചനം നിന്നെ ബലത്തോടെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്ന് മാറി പാപത്തിൽ മരിച്ചു കിടക്കുകയാണോ? ഈ കർത്താവിന്റെ ശബ്ദം നിന്നിൽ ജീവൻ പകരും. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ ഇസ്രായേലിനെ പോലെ ദൈവിക വിടുതൽ അനുഭവിച്ചറിഞ്ഞ മറ്റൊരു ജനതയില്ല. മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ അനുഭവിച്ചു തുടങ്ങിയതാണത്. വിടുതലിന്റെ പൂർവ്വകാല നിവൃത്തി അവിടെയാണ് തുടങ്ങുന്നത്. തുടർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ഈജിപ്തിൽ നിന്ന്, ബാബിലോണിൽ നിന്ന്, മേദ്യ പാർശ്യ സാമ്രാജ്യങ്ങളിൽ നിന്ന്, ഗ്രീസിന്റെ പിടിയിൽ നിന്ന്, ഉരുക്കു സാമ്രാജ്യമായ റോമിന്റെ ആധിപത്യത്തിൽ നിന്നും ദൈവം ഈ ജനത്തെ വിടുവിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. കുറെ കൂടി പിന്നോട്ട് പോയാൽ ഹിത്യർ, ഹിവ്യർ, ഫെലിസ്ത്യർ, വിവിധ കനാന്യ ജാതികൾ, മോവാബ്യർ, അമ്മോന്യർ തുടങ്ങി എത്രയെത്ര അധീശത്വ ശക്തികളിൽ നിന്നും ഈ ജനത്തെ മഹാദൈവം തന്റെ നീട്ടിയ കരം കൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും അത്ഭുതകരമായി വിടുവിച്ചിട്ടുണ്ട്. മറ്റാരേക്കാളും അധികം വിടുതൽ അനുഭവിച്ചിട്ടുള്ളവരാണ് ഇസ്രായേൽ. ഇതാണ് ദൂതിന്റെ ഭൂതകാല നിവൃത്തി. കുഞ്ഞെ, ദൂത് പരിശുദ്ധാത്മാവിലാണെങ്കിൽ അത് നിവർത്തിയാകും, അതിന് തർക്കമില്ല. ഇനി നമുക്ക് ഈ പ്രവചനത്തിന്റെ വർത്തമാനകാല നിവൃത്തിയിലേക്ക് നോക്കാം. ഇസ്രായേൽ ജനതയെ മുച്ചൂടും നശിപ്പിച്ചു കളയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും ഇന്ന് ഭൂമുഖത്തില്ല. എന്നാൽ
വാഗ്ദത്തം കേട്ട ഇസ്രായേൽ ഇന്നും എല്ലാ രാജ്യങ്ങൾക്കും ഭാരമുള്ള കല്ലായി അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നും ഇസ്രായേൽ ഹോശയെ പറഞ്ഞ ദൂതിൽ അടങ്ങിയിരിക്കുന്ന വിടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, ദൈവാത്മാവ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്നും അവൻ നിനക്ക് ശേഷം അവൻ നിന്റെ തലമുറമേലും നിൽക്കും. ഇന്ന് മാത്രമല്ല, നീ പട്ടുപോയാലും, നീ നഷ്ടമായാലും, നീ മരണപ്പെട്ടാലും, നിന്റെ ശേഷം നിന്റെ മക്കളുടെ മേലും അവൻ ദൈവാത്മാവ് പറഞ്ഞ വാഗ്ദത്തം നിലനിൽക്കും. കേട്ടോ, 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ ഓർത്ത് ഇന്ന് പുലരിയിൽ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇനി ഈ ദൂതിന്റെ ഭാവികാല നിവൃത്തി ഒന്ന് പരിശോധിക്കാം. പുനരാഗമിക്കുന്ന ക്രിസ്തു, സ്തോത്രം, അവൻ തന്റെ കുഞ്ഞുങ്ങളെ സ്വർഗീയ പർദീസയിലേക്ക് ചേർത്ത ശേഷം ഈ ഭൂമിയിൽ ഉണ്ടാകാനിരിക്കുന്ന മഹാപീഡനകാലത്തിന്റെ അവസാന നാളുകളിൽ ഇസ്രായേൽ കുത്തിയവെങ്കിലേക്ക് നോക്കി മാനസാന്തരപ്പെട്ട് എതിർ ക്രിസ്തുവിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് പ്രാപിക്കാൻ പോകുന്ന വിടുതൽ, അതാണ് എഴുന്നേൽപ്പിക്കും, ജീവിപ്പിക്കും എന്ന് ഭാവികാല പ്രയോഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുവാനുള്ള സംഭവം, നടക്കാനിരിക്കുന്നതാണ് ഭാവികാല നിവർത്തി. സ്തോത്രം. ഇന്നലകളിൽ വിടുതൽ ലഭിച്ചു, ഇന്നും വിടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെ, നാളെയും ഒരു വിടുതൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. കേട്ടോ, ഭൂതകാലത്തിലും ഭാവികാലത്തിലും വർത്തമാനകാലത്തിലും വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി വിടുതലയക്കും ദൈവം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ആമീൻ പറയാമോ? സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ആശ്രയിക്കുന്ന ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളം യഹോവ വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹോശേയ എന്ന ദൈവദാസൻ പ്രതീക്ഷയോടെ തന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന ദൈവിക ഇടപെടൽ ധ്യാനിച്ചാൽ അത് നമ്മുടെ ചിന്തയിൽ തിളങ്ങി നിൽക്കുന്നതാണ്. സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് നോക്ക്. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ, അങ്ങനെയാണ് പറയുന്നത്. ഹോശേയ മുഖാന്തരം യഹോവ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവിക ഇടപെടൽ ആരംഭിച്ചപ്പോൾ, താൻ കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം തന്നോട് സംസാരിച്ചു തുടങ്ങി. എന്താ ദൈവം സംസാരിച്ചു തുടങ്ങിയത്? ഹോശേയെ, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കണം. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. കർത്താവിന് മഹത്വം. ദേശം യഹോവയെ വിട്ട് പരസംഗം ചെയ്തിരിക്കുന്നു. മഹാദൈവം ഇസ്രായേൽ തന്റെ സ്വന്തം എന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ അവർ ഉടയവനെ വിട്ട് മിഥ്യാബിംബങ്ങളെ തിരുസ്വരൂപമെന്ന പേരിൽ ആരാധിക്കാൻ തുടങ്ങി. മക്കളെ, ഇതാണ് പരസംഗം. ഭർത്താവുള്ള സ്ത്രീ മറ്റൊരുത്തന്റെ മുമ്പിൽ വിധേയപ്പെടുന്നതിനെയാണ് പരസംഗമെന്ന വാക്കുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം അർത്ഥമാക്കുന്നത്. തിരുവെഴുത്ത് പറയുന്നു, 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യം, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുയേശുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. കർത്താവിന്റെ വചനം പറയുന്നത് കേട്ടോ മക്കളെ, രക്ഷാനിർണയം പ്രാപിച്ച ക്രിസ്ത്യാനിയെ, നീ അരുമനാഥനുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയാണ്. അങ്ങനെ ഇരിക്കെ മറ്റൊന്നിനെ വണങ്ങിയാൽ, വേറൊന്നിനെ അനുസരിച്ചാൽ, മറ്റെന്തിന്റെയെങ്കിലും മുമ്പിൽ കൊമ്പിട്ടാൽ, നേർച്ച കൊടുത്താൽ, ആരാധിച്ചാൽ, അതിനെയാണ് തിരുവചനം പരസംഗമെന്ന് പറയുന്നത്. കുഞ്ഞെ, നിനക്ക് ആരാധിക്കാൻ ഒരു മണവാളനുണ്ട്, നിന്റെ ആവശ്യങ്ങൾ അറിയിക്കാൻ ഒരു ആത്മനാഥനുണ്ട്. അവനോട് മാത്രം പ്രാർത്ഥിക്ക്, അവന്റെ മുമ്പിൽ മാത്രം കുമ്പിടുക, അവനോട് മാത്രം നിന്റെ കാര്യങ്ങൾ പറയുക. അവൻ നിന്റെ നാഥനല്ലോ, അവനെ മാത്രം നമസ്കരിച്ചുകൊള്ളുക. അങ്ങനെയല്ലാതെ മറ്റൊന്നിനെയും വണങ്ങരുത്. അത് പരസംഗമാണെന്ന് സത്യവചനം പറയുന്നു. ഹോശേയ പ്രവാചകന്റെ ശുശ്രൂഷ, അദ്ദേഹം ശുശ്രൂഷ ഏൽക്കുന്ന സമയത്ത് ദേശം സത്യദൈവത്തെ വിട്ട് പരസംഗം ചെയ്ത് നിത്യനാശത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ അവസരത്തിലാണ് ദൈവം ഹോശേയോട് പറയുന്നത്, അഭിഷിക്തനെ, നീ വിവാഹം കഴിക്കണം. പക്ഷേ ദേശത്തിലെ ഏറ്റവും പാപിനിയായ മ്ലേച്ഛജീവിതം നയിക്കുന്ന സ്ത്രീയെ വേണം വിവാഹം കഴിക്കാൻ. പാപിനിയായി ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ പോരാ, അവൾക്ക് പരസംഗത്തിൽ ജനിച്ച മക്കളും ഉണ്ടായിരിക്കണം. സ്വന്തം ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ജനിച്ച മക്കളുള്ളവരും ആയിരിക്കണം. ഒന്നിലധികം മക്കളുള്ള പുരഗണികയായ സ്ത്രീയെ വിവാഹം കഴിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ന്യായപ്രമാണം പരിശോധിച്ച ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ പറയുന്നത്, പുരോഹിതൻ കന്യകയായ സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരത്തി, ഇങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കരുത്. സ്വന്തം ജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ന്യായപ്രമാണ നിയമം ഇങ്ങനെ കാർക്കശ്യം പറയുമ്പോൾ ഇവിടെ ഇതാ ഒരുവൻ
ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ചുമന്നുകൊണ്ടാണ് താൻ ശുശ്രൂഷയിലേക്ക് ചുവടുവയ്ക്കുന്നത്. തന്റെ ഭാര്യയായി വരേണ്ട പെൺകുട്ടിയെക്കുറിച്ചുള്ള മോഹന സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടാവണം. പ്രതീക്ഷയുടെ സ്വപ്നങ്ങളും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ യഹോവ അവനോട് ആവശ്യപ്പെടുകയാണ്, കുഞ്ഞെ, നീ മഹാപാപിനിയായ സ്ത്രീയെ വിവാഹം കഴിക്കണം. പരസംഗത്തിൽ ജനിച്ച അവളുടെ മക്കളെയും സ്വീകരിക്കണം. അവളുടെ മക്കളെ നീ നിന്റെ മക്കളായി അംഗീകരിക്കണം. മോഹങ്ങളുടെ ചില്ലുകൊട്ടാരം നിമിഷം നേരം കൊണ്ട് തകർന്നടിഞ്ഞു വീഴുന്ന ആലോചന. സമൂഹത്തിൽ യാതൊരു സാക്ഷ്യവുമില്ലാത്ത അസന്മാർഗിക ജീവിതം നയിക്കുന്ന സ്ത്രീയെ വിവാഹം കഴിക്കണമത്രേ. ഇതാണ് ഹോശേയ പ്രവാചകനോടുള്ള ദൈവശബ്ദത്തിന്റെ തുടക്കം. 3-4 കൊല്ലം ബൈബിൾ കോളേജിൽ പഠിച്ചു ബിരുദവും ചുമന്നുകൊണ്ട് ശുശ്രൂഷയ്ക്കായി ആദ്യ ചുവട് വയ്ക്കുമ്പോൾ കർത്താവ്, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആലോചന പറഞ്ഞാൽ ഏറ്റെടുക്കാനും അനുസരിക്കാനും മനസ്സുള്ള ആരെങ്കിലും ഇക്കാലത്ത് ഉണ്ടാവുമോ എനിക്കറിയില്ല. ഹോശേയ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നിന്റെ ഇഷ്ടപ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് വേണ്ട. എന്റെ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങി നീ ദൈവേഷ്ടപ്രകാരം കുടുംബജീവിതം തെരഞ്ഞെടുത്താൽ മതി. കർത്താവിന്റെ വേല ചെയ്യാൻ വിളിയും തെരഞ്ഞെടുപ്പുമുണ്ടെങ്കിൽ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നൽകുന്ന തക്ക തുണയെ മാത്രം ജീവിത സഖിയായി കൂടെ കൂട്ടുക. അല്ലാഞ്ഞാൽ ദൈവമേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യാൻ അവളെന്നും തടസ്സമായിരിക്കും. സർവശക്തനായ ദൈവത്തിന്റെ കർശന നിർദ്ദേശം ഈ യുവാവിനെ എത്രമാത്രം ഉലച്ചിരിക്കും. കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിച്ചു പോകാൻ എന്നിട്ടും അവൻ തയ്യാറായില്ല. പകരം കർത്താവിന്റെ ആലോചന ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറായി. ശരിക്കും ചിന്തിച്ചാൽ അവന്റെ പ്രതീക്ഷകൾ തകർന്നു, ആഗ്രഹങ്ങൾ തകർന്നു. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യൻ തകർക്കപ്പെടാനുണ്ടോ? ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം അവനെ ആകപ്പാട് തകർത്തു കളഞ്ഞു. സർവാദരണീയനായ പ്രവാചക ശ്രേഷ്ഠൻ പുരഗണികയായ പാപിനിയായ സ്ത്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേശത്ത് ദൈവാലോചന വിളിച്ചറിയിക്കാൻ നടക്കുമ്പോൾ എന്തായിരിക്കും അത് കാണുന്ന ജനങ്ങളുടെ മനോഭാവം? കഴിഞ്ഞ നാളുകളിൽ അവളോടൊപ്പം സല്ലപിച്ചിരുന്ന പുരുഷന്മാർ, അബദ്ധസഞ്ചാരം നടത്തിയിരുന്നവർ ആഭാസച്ചിരി ഉയർത്തുമ്പോൾ ആ ദൈവദാസന്റെ ഹൃദയം എത്രമാത്രം കലങ്ങിയിരിക്കും. പ്രസിദ്ധമായ ഒരു കവിവാക്യം ഇത്തരുണത്തിൽ ചിന്തനീയമാണ്. പരമസാധ്വിയിൽ പോലും പുരുഷന് ശങ്കയുണ്ടാം, പുരഗണികയിൽ പിന്നെ പറയണമോ? പരമസ്വാർത്ഥി, പാതിവൃത്യമുള്ള സ്ത്രീ. ആമേൻ. ആ സ്ത്രീയിൽ പോലും പുരുഷന് ശങ്ക തോന്നാം. അങ്ങനെയാണെങ്കിൽ പുരഗണികയിൽ എന്ന് പറഞ്ഞാൽ പട്ടണത്തിലെ വേശ്യയിൽ എത്ര അധികമായിരിക്കും. ദൈവം എന്തിനിങ്ങനെ എന്നോട് ചെയ്തുവെന്ന് അവന്റെ ഹൃദയത്തിൽ പലപ്പോഴും ചോദ്യമുണ്ടായിട്ടില്ലേ? കർത്താവേ, നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി എന്നെ എന്തിനിങ്ങനെ തകർത്തു? മറ്റാർക്കും ഈ ഗതി വന്നിട്ടില്ലല്ലോ, മറ്റാർക്കും ഈ തകർച്ച വന്നിട്ടില്ലല്ലോ. കുഞ്ഞെ, ആർക്കും നേരിട്ടില്ലാത്ത തകർച്ച, ആരും കടന്നുപോയിട്ടില്ലാത്ത പരിഹാസത്തിന്റെ പാത, ആരും അനുഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ ഒന്നിനു പുറകെ ഒന്നായി അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മറ്റാരും കടന്നുപോയിട്ടില്ലാത്ത തകർച്ചയിലൂടെ ദൈവം നിന്നെ കടത്തിവിട്ടെങ്കിൽ ആമേൻ, ഉറപ്പിച്ചുകൊള്ളുക, മറ്റാരും എത്തിയിട്ടില്ലാത്ത ഉയർച്ചയിൽ ദൈവം നിന്നെ എത്തിക്കും. ഹോശേയ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചത് കാണുമ്പോൾ ആരായാലും ചോദിക്കും, ദൈവമേ, ഒരു നല്ല മനുഷ്യനെ ഇങ്ങനെ തകർത്തു കളയാമോ? ദൈവമേ, നീ തെരഞ്ഞെടുത്തവനെ നീ തന്നെ തകർക്കുമോ? യശയ്യാവിന്റെ പുസ്തകം 53:10 പറയുന്നു, അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. സ്വന്തം പുത്രനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. പ്രിയപ്പെട്ടവരെ, തകർക്കുന്ന ദൈവത്തെ ആർക്കും ഇഷ്ടമല്ല. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണേ, തകർക്കുക എന്നുള്ള ദൈവ ഇഷ്ടം കർത്താവിന്റെ പ്രത്യേക പദ്ധതിയിൽപ്പെട്ടവർക്ക് മാത്രം ബാധകമായ വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, എന്ന് പറഞ്ഞാൽ ആമേൻ ആമേൻ, മറ്റുള്ളവർക്കെല്ലാം ഈ തകർച്ചയുണ്ടെന്നല്ല. ആരെക്കുറിച്ചുമില്ലാത്ത വലിയ ദൈവിക പദ്ധതി മക്കളെ നിന്നെക്കുറിച്ചുണ്ടെങ്കിൽ തകർക്കുക എന്ന പ്രോസസ്സിലൂടെ ദൈവം നിന്നെ കടത്തിവിടും. സ്വന്തം പുത്രനെ ദൈവം തകർത്തു കളഞ്ഞു. അങ്ങനെ തകർത്തു കളഞ്ഞ പുത്രനെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? തിരുവചനം നോക്കണം. അവനെ സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി, സകലത്തിനും മീതെ അത്യന്തം മീതെ ഉയർത്തി, സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. മക്കളെ, ദൈവം നിന്നെ തകർത്തിട്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ, അനങ്ങാനാവാത്ത വിധം തകർന്നു കിടക്കുകയാണെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത തകർച്ച നിന്റെ ജീവിതത്തിൽ നേരിട്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് കുഞ്ഞെ നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, മക്കളെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. മറ്റാർക്കുമില്ലാത്ത തകർച്ചയിലൂടെ കടന്നുപോയത് മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത സ്വർഗീയ ഔന്നത്യം പ്രാപിക്കാനാണ്. ആർക്കുമില്ലാത്ത തകർച്ച നിനക്കുണ്ടായെങ്കിൽ ആർക്കുമില്ലാത്ത ഉയർച്ച ദൈവം നിനക്കായി കരുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. യോനയുടെ ചരിത്രം നോക്ക്. യോനയോട് ദൈവം ഇടപെട്ട വിധം നമുക്കറിയാം.
നിനവയിലുള്ള 1,20,000 ചില്ലുവാനും ജനങ്ങൾ അവരുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ വലുതായപ്പോൾ അവരോട് മാനസാന്തരത്തിന്റെ സന്ദേശം അറിയിക്കാൻ കർത്താവ് തെരഞ്ഞെടുത്ത വ്യക്തിയാണ് യോന. അശൂരിന്റെ തലസ്ഥാനമായ നിനവെ പ്രാചീനമായ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ശമരിയിൽ നിന്നും ഏതാണ്ട് 500 മൈൽ അകലെ ടൈഗ്രിസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം. BC 8-ാം നൂറ്റാണ്ടിൽ പ്രവചന ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്ത യോനയോട് ദൈവം പറഞ്ഞു, നിനവയുടെ ദുഷ്ടത എന്റെ മുമ്പിൽ വലുതായിരിക്കുന്നു, എങ്കിലും എനിക്ക് ജനത്തോട് കനിവ് തോന്നുന്നു. അവർ നശിച്ചു പോകാതെ ചേർത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ മനസ്സാന്തരത്തിനായി നീ ആ ദേശത്ത് പോയി ദൈവവചനം പ്രസംഗിക്കണം. ഓശയോട് ദൈവം പറഞ്ഞതും ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നെങ്കിലും താൻ ദൈവകൽപ്പന അനുസരിച്ചു. എന്നാൽ യോനയോട് ദൈവം പറഞ്ഞതും അവൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ യോന പ്രവാചകൻ അതനുസരിച്ചില്ല. യോനയ്ക്ക് ദൈവത്തെക്കുറിച്ച് നന്നായി അറിയാം, ദൈവിക സ്വഭാവം അറിയാം. ഞാൻ നിനവയിൽ പോയി ദൈവം പറഞ്ഞ ന്യായവിധി പ്രസംഗിക്കും, കരുണയുള്ള ദൈവം അവരെ നാശത്തിൽ നിന്ന് വിടുവിക്കും, വരുത്തുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ നാശം അവർക്ക് സംഭവിക്കത്തുമില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞ ദൂത് നടക്കാതെ വരും. എന്തിനാ വെറുതെ പോയി നാണം കിടുന്നത്? ഞാനൊരു ദൂത് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കണം. നിലവെ നശിക്കുമെന്ന് പറഞ്ഞാൽ നശിക്കണം. അതാണ് യോനയുടെ സ്റ്റാൻഡ്. പക്ഷേ ജനം അനുദപിച്ചാൽ ദൈവം അവരെ നശിപ്പിക്കാതെ ദയ കാണിക്കും. അതുകൊണ്ട് ദൈവകൽപ്പന അനുസരിച്ച് നിലവയിലേക്ക് പോകാൻ യോനയ്ക്ക് മനസ്സില്ല. യോന പോകാൻ തയ്യാറാകാഞ്ഞതിന്റെ ഒന്നാമത്തെ കാരണം ദൈവം അനുദപിക്കുന്നവനാണെന്നുള്ള തിരിച്ചറിവാണെങ്കിൽ, രണ്ടാമത്തെ കാരണം ജാതിചിന്തയാണ്. നിനവേക്കാർ യഹൂദജാതിയല്ല. പ്രവചന ശുശ്രൂഷയൊക്കെ ഉണ്ടെങ്കിലും ജാതിചിന്ത മനസ്സിൽ നിന്നും മാറിയിട്ടില്ല. ദൈവത്തിന് വിജാതീയരായ ഈ ജനതയെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ജാതിപ്പിശാച് മനസ്സിൽ നിന്നും മാറിയിട്ടില്ലാത്ത പ്രവാചകന് താൽപര്യമില്ല. ഇന്നും ഇതുതന്നെയാണ് നമ്മുടെ നാടിന്റെ ശാപമായി നിൽക്കുന്നത്. ദൈവകൃപയെ അനുഭവിച്ചറിഞ്ഞവൻ ദൈവകൃപയ്ക്കെതിരെ നിൽക്കുന്ന ദയനീയ സ്ഥിതി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നിനവേക്കാർ മാനസാന്തരപ്പെടണമെങ്കിൽ അവിടെ മിഷണറിയായി പോകുന്ന യോന ആദ്യം ഈ വിഷയത്തിൽ മാനസാന്തരപ്പെടണം. നമുക്കറിയാം, വിജാതീയനായ കൊർന്നോലിയോസ് മാനസാന്തരപ്പെടണമെങ്കിൽ ആദ്യം പത്രോസ് ഉപദേശി ജാതിചിന്ത വിട്ട് മാനസാന്തരപ്പെടണമായിരുന്നു. അതുകൊണ്ടാണ് 4 കോലും കെട്ടിയിറക്കിയത് ഉപ്പട്ടിയിൽ എല്ലാ ജീവികളെയും കാണിച്ചിട്ട് അറുത്ത് തിന്നാൻ ദൈവത്തിന് പറയേണ്ടി വന്നത്. ദൈവം ജാതിചിന്ത നിറഞ്ഞു നിൽക്കുന്ന പത്രോസിനോട് അവൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് എണ്ണരുത് കുഞ്ഞെ. സ്തോത്രം. കുലമഹിമയിൽ, കുടുംബമഹിമയിൽ, ജാതിശ്രേഷ്ഠതയിൽ പ്രശംസിക്കുന്ന ശുശ്രൂഷകന്മാരെ ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നീ അനുദപിക്കണം, മാനസാന്തരപ്പെടണം. പത്രോസിന്റെ മനസ്സിൽ നിന്ന് ജാതിചിന്ത പുറത്തു കളയാൻ എന്റെ കർത്താവിന് 1, 2 3 പ്രാവശ്യം ദുപ്പട്ടി ഇറക്കി കാണിക്കേണ്ടി വന്നു. സ്തോത്രം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ ആരംഭ അധ്യായത്തിൽ പത്രോസിന്റെ ശുശ്രൂഷയിൽ ആയിരങ്ങളാണ് മാനസാന്തരപ്പെടുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പത്രോസിന് ജാതി വിഷയത്തിൽ മാനസാന്തരമുണ്ടാകുന്നത് 10-ാം അധ്യായത്തിലാണ്. കുഞ്ഞേ, മാനസാന്തരം ഒരിക്കൽ പോരാ കേട്ടോ. ദിനം തോറും നാം മാനസാന്തരപ്പെടണം. ദൈവദാസന്മാർ മാനസാന്തരപ്പെടണം. എങ്കിലേ അവരുടെ പ്രസംഗം കേൾക്കുന്നവർ മാനസാന്തരപ്പെടുകയുള്ളൂ. മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞ് മാനസാന്തരം പ്രസംഗിക്കുന്നവരെ ദിനം തോറും നാം മാനസാന്തരപ്പെടാത്ത കാലത്തോളം ഇനി മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടുകയില്ല. സ്തോത്രം. ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ ദൈവസഭയിൽ പോലും ഡിവിഷൻ ഉണ്ടാക്കിയ പാരമ്പര്യവാദികളെ, നരകത്തിൽ നിന്നെ കാത്തിരിക്കുന്ന പുഴുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല കേട്ടോ. യേശുക്രിസ്തു പറയുന്നു, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപോകും. കുഞ്ഞെ, പ്രസംഗവേദികളെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള ഉപകരണമല്ല വിശുദ്ധ വേദപുസ്തകം. അത് പ്രസംഗിയുടെ ജീവിതത്തിലും പകർത്താനുള്ളതാണെന്ന് തിരിച്ചറിയാത്ത കാലത്തോളം നിന്റെ പ്രസംഗം ജനത്തിനോ ക്രിസ്തുവിനോ പ്രയോജനപ്പെടുകയില്ല. ദൈവകൃപ രുചിച്ചറിഞ്ഞ ജോന കൃപയ്ക്ക് എതിരായി നിൽക്കുകയാണ്. സകല ഭൂസീമാവാസികൾക്കും ഓടിക്കയറി ആത്മരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി ജീവനുള്ള പുതുവഴിയൊരുക്കി പുതിയ നിയമസഭ സ്ഥാപിച്ചത്. പക്ഷേ ഇന്നും ക്രിസ്ത്യാനിയുടെ മനസ്സിൽ ജാതിചിന്തയുടെ മതില് ഭേദിക്കാനാവാത്ത വിധം വഴിയടഞ്ഞു നിൽക്കുന്നു. കുലമഹിമയുടെ, ജാതിചിന്തയുടെ, പാരമ്പര്യത്തിന്റെ ഈ മതിൽ ഇടിഞ്ഞു വീഴാത്ത കാലത്തോളം നീ ക്രിസ്തുവിനെതിരായി നിൽക്കുകയാണെന്ന് മറന്നുപോകരുത്. കുഞ്ഞെ, നിനവേ മാനസാന്തരപ്പെടാൻ ഒറ്റ ദൂത് മതിയായിരുന്നു. പക്ഷേ യോന മാനസാന്തരപ്പെടാൻ തമ്പുരാൻ പലതിനെയും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. ആദ്യം പെരുങ്കാറ്റിനെ കൽപ്പിച്ചാക്കി, 2 മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി, ആവണക്ക് കൽപ്പിച്ചാക്കി, ആ ആവണക്കിനെ കുത്താൻ പുഴുവിനെ കൽപ്പിച്ചാക്കി, പിന്നെ ഉഷ്ണക്കാറ്റ് കൽപ്പിച്ചാക്കി. ഒടുവിൽ ദൈവം നേരിട്ടിറങ്ങി അവനോട് സംസാരിക്കേണ്ടി വന്നു. യോന പ്രവാചകൻ ജാതിചിന്ത എന്ന വിഷയത്തിൽ നിന്ന് മാനസാന്തരപ്പെടുവാൻ. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞവർ മാനസാന്തരത്തിന്റെ അനുഭവമായ ശുദ്ധീകരണം പ്രാപിക്കാത്ത കാലത്തോളം നീ ശക്തീകരിക്കപ്പെടുകയില്ല കേട്ടോ. ശുദ്ധീകരണം പ്രാപിച്ചവരാണ് ശക്തീകരിക്കപ്പെടുന്നത്.
യേശു ക്രിസ്തുവിന്റെ പുണ്യാഹരക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കത്ത കാലത്തോളം എത്ര പാട്ടുപാടി ആരാധിച്ചാലും അവൻ നീ ശക്തീകരിക്കപ്പെടുകയില്ല. എന്നാൽ അവൻ ശുദ്ധീകരണം പ്രാപിച്ച ദൈവവൈതൽ ആരാധനയ്ക്കായി ആലയത്തിൽ മുഴങ്കാലം അടക്കിയാൽ ആ നിമിഷം ആത്മശക്തി അവനിൽ നിറയാനിടയായിത്തീരും. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഹോശേയ പ്രവാചകൻ പാപിനിയായ സ്ത്രീയെ ദൈവകൽപ്പന പ്രകാരം വിവാഹം ചെയ്തു. യാഗപീഠമില്ലാതെ, യാഗമില്ലാതെ, പുരോഹിതനില്ലാതെ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി ജനം അസന്മാർഗികതയുടെ പര്യായമായി ബോധിച്ച പോലെ നടന്ന കാലത്ത് ദൈവത്തിന്റെ ആർദ്രത ആ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് തന്റെ ദാസനായ ഹോശേയെ പാപിനിയായ സ്ത്രീയെ വിവാഹം ചെയ്യാനും പരസംഗത്തിൽ ജനിച്ചവളുടെ മക്കളെ സ്വീകരിക്കാനും നിർബന്ധിച്ചത്. ദുഷ്പ്രവൃത്തി കൊണ്ട് കുപ്രസിദ്ധി നേടിയ ഗോമർ എന്ന സ്ത്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹോശേയ പ്രവാചകൻ ദേശത്തു നെടുകയും കുറുകയും ദൈവശബ്ദം, ദൈവസ്നേഹം പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ഇസ്രായേലേ, നീ തിരിച്ചറിയണം, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. സ്തോത്രം. നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന പുണ്യാഹരത്വത്തിന്റെ ശക്തി ഇന്നും കുറഞ്ഞിട്ടില്ല കുഞ്ഞേ. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്തൊരു പാപമില്ല കേട്ടോ. അവന് രക്ഷിക്കാൻ കഴിയാത്തൊരു കുറ്റവാളിയുമില്ല. നിന്നെ മാറോട് ചേർക്കാൻ എന്റെ കർത്താവിന് മനസ്സാണ്. ജനത്തോടുള്ള ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്താൻ ദൈവം തന്റെ ദാസനെ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ്. മക്കളെ, സ്വർഗീയ പിതാവിന് നിന്നെ തകർക്കാൻ മനസ്സായെങ്കിൽ ആയിരങ്ങളെ നേടുവാൻ, അനേകരെ നിത്യതയ്ക്ക് അവകാശിയായി തീർക്കുവാൻ കർത്താവ് നിന്നെ തന്റെ കരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഭക്തൻ പാടിയ വരികളുണ്ടല്ലോ, നമ്മളൊക്കെ ഈണത്തിൽ പാടും. എന്താ അത്? എന്നെ തകർത്തിയിടാൻ താതനിഷ്ടമെങ്കിൽ നിൻ ഹിതം എന്നിൽ സമ്പൂർണ്ണമാകട്ടെ. ലോകം പറയും, ദാണ്ടെ അവിടുത്തെ ഉപദേശി അനുഗ്രഹിക്കപ്പെടുന്നു, അപ്പുറത്തെ ഉപദേശി മാനിക്കപ്പെടുന്നു, ഈ മനുഷ്യൻ മാത്രം കഷ്ടതയിൽ കിടന്ന് കഷ്ടതയിലൂടെ കടന്നുപോകുന്നു, തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അഭിഷിക്തന്മാരെ നോക്കി വിരൽ ചൂണ്ടുന്നവരെ മനസ്സിലാക്കുക, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയത് അനേകരുടെ തകർച്ച മാറ്റുവാൻ, അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, ജനസമൂഹത്തെ നിത്യതയ്ക്ക് അവകാശിയാക്കി മാറ്റുവാൻ. അതിനുവേണ്ടിയാണ് തന്റെ ദാസനെ സ്വർഗപിതാവ് തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കുന്നത്. ഈ മർമ്മം മനസ്സിലാക്കണമെങ്കിൽ ഡിഗ്രി കൊണ്ട് പറ്റത്തില്ല. ദൈവസ്നേഹം ഉള്ളിൽ നിറയണം. ഒരു ദേശത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, ഒരു ജനതയുടെ അനുഗ്രഹത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ ശാപം മാറ്റാൻ വേണ്ടി ഹോശേയെ പോലെ തകർക്കപ്പെടാൻ, കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവരെ ശക്തമായി ഉപയോഗിക്കാൻ ദൈവം ഈ പുലരിയിൽ ആഗ്രഹിക്കുന്നു. അകന്നുപോയതിനെ ചേർത്ത് പിടിക്കുന്ന ദൈവം അതിനുവേണ്ടി സ്വയം തകരാൻ, അരുമനാഥന്റെ കരങ്ങളിൽ ആയുധമായി തീരുവാൻ കർത്താവിന് വേലക്കാരെ വേണം. അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞേൽപ്പിച്ചു കൊടുക്കാൻ ഇന്ന് പുലരിൽ എത്ര പേർ തയ്യാറാകും? വരും നാളുകളിൽ കർത്താവിന്റെ കരങ്ങളിൽ കാലഘട്ടത്തിന്റെ വക്താക്കളാക്കി, ദൈവിക ലക്ഷ്യം ഭേദിക്കുന്ന മൂർച്ചയേറിയ ആയുധമാക്കി ദൈവം നിന്നെ കർത്താവിന്റെ ശബ്ദമാക്കി ഉപയോഗിക്കും. നസ്രത്തിലെ യോസെഫിനെ നോക്ക്. വിവാഹം കഴിച്ച് ഭർത്താവുമായി കൂടി വരുന്നതിന് മുൻപ് ഗർഭിണിയായ മറിയെ ഗൂഢമായി ഉപേക്ഷിക്കാൻ താൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിന്റെ അരുളപ്പാട്, മറിയ നിന്ന ചുമക്കാൻ വിട്ടുകൊടുക്കരുത്, അവൾ കല്ലേറുകൊണ്ട് കൊല്ലപ്പെടാൻ വിട്ടുകൊടുക്കാതെ നിന്റെ മാറോട് ചേർത്ത് പിടിച്ചു ദൈവസ്നേഹം വെളിപ്പെടുത്തണം. ലോകബന്ധം പറയട്ടെ, അവളെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. ഇന്നും കുഞ്ഞുങ്ങളെ കർത്താവിന്റെ മനസ്സതാണ്. സമസൃഷ്ടികളെ ജാതിയുടെ, മതത്തിന്റെ, ചിന്താഗതിയുടെ, നിറത്തിന്റെ പേരിൽ അകറ്റി നിർത്താനല്ല, ചേർത്തു നിർത്തി ദൈവസ്നേഹം പകർന്നു കൊടുക്കാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. യോസേഫ് മറിയെ ചേർത്ത് പിടിച്ചപ്പോൾ സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ലോകത്തിൽ വെളിപ്പെട്ടതുപോലെ, പാപി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മാറ്റി നിർത്താതെ, ഹീനജാതി എന്ന് പറഞ്ഞ് അകറ്റി നിർത്താതെ അവരെയും ദൈവസ്നേഹത്തിൽ ചേർത്ത് നിർത്താൻ ക്രിസ്ത്യാനി തയ്യാറെടുക്കുമ്പോൾ അവിടെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണി ആരംഭിക്കുകയായി. സഹോദരങ്ങളെ, പുതിയ നിയമസഭയെ കർത്താവ് ഇവിടെയാക്കി വെച്ചിരിക്കുന്നത് ചിലരുടെ സ്ഥാനമാനങ്ങൾ നിലനിർത്താനല്ല, ജനറൽ ബോഡി ചേരാനല്ല, കൌൺസിൽ കൂടാനല്ല, മാസയോഗം നടത്താനല്ല, ഇടംകൈ വലംകൈ തിരിച്ചറിയാതെ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന ജനതയെ ചേർത്തുപിടിച്ച് ക്രിസ്തുവിന്റെ അവകാശികളാക്കി മാറ്റാനാണ്. കാൽവറിയിലെ ക്രൂശിലേക്കൊന്ന് നോക്ക്. ദൈവപുത്രൻ കാഠിന്യമേറിയ പീഡകൾ സഹിക്കുമ്പോഴും നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് പറഞ്ഞ കള്ളനെ തന്റെ വാക്കുകൊണ്ട് ചേർത്തുപിടിക്കുന്നു. അമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ പറഞ്ഞതുപോലെ കർത്താവ് പറുദീസയിലേക്ക് ഇറങ്ങി. മ്ലേച്ഛതയുടെ പര്യായമായിരുന്ന സ്ത്രീയെ തന്റെ ഭാര്യയായി പരിഗണിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹോശേയ ദൈവസ്നേഹം പ്രസംഗിച്ചു. പാപത്തിൽ മരിച്ചു കിടക്കുന്ന ഇസ്രായേലേ, എന്നും നീ ഇങ്ങനെ കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6:2-3 അതാണ് നാം വായിച്ചത്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയ ജീവിതമേ, പരിശുദ്ധാത്മ പറയുന്നു, എന്നും നാശക്കുഴിയിൽ വീണ് കിടക്കാൻ ഞാൻ നിന്നെ വിട്ടുകൊടുക്കയില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ നിന്നെ ജീവിപ്പിക്കും, 3-ാം ദിവസം ഞാൻ നിന്നെ നാശക്കുഴിയിൽ നിന്നും എഴുന്നേൽപ്പിക്കും. ആരൊക്കെ അകറ്റി നിർത്തിയാലും ദൈവം നിന്നെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. തകർന്നു കിടക്കുന്ന അവസ്ഥയിലും മുന്നേറാനാവാത്ത സാഹചര്യത്തിലും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി
മറ്റുള്ളവരെ ദൈവസ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നോടാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ജീവിപ്പിക്കും, 3-ാം ദിവസം നീ എഴുന്നേൽക്കും. എന്നും നീ തകർന്നു കിടക്കത്തില്ല. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. നിന്ദിച്ചവരുടെ മുൻപിൽ ദൈവം നിന്നെ അഭിമാന വിഷയമായി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് ഇനി നിന്റെ പേരും കേൾക്കുകയില്ലെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ കർത്താവ് പറയുന്നു, നിന്നെ ജീവിപ്പിക്കുന്ന ഒരു 3-ാം നാൾ വരുന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു 3-ാം നാൾ നിന്നെ കാത്തിരിക്കുന്നു. ഇന്ന് പുലരിയിൽ ദൈവശബ്ദം കേട്ട എന്റെ ശ്രോതാക്കളിൽ അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങുവാൻ ഈ വചനം